സോനോവാൾ നൽകിയ മറുപടിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. 2034 മുതൽ വരുമാനത്തിന്റെ 20% പങ്കുവയ്ക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും തുറമുഖ മന്ത്രി വ്യക്തമാക്കി. തൃശൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന സൂര്യ സിൽക്സിനാണ് തീപിടുത്തമുണ്ടായത്. 100-ലധികം ജീവനക്കാരും നിരവധി കസ്റ്റമേഴ്സുമുള്ള സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. 3ാമത്തെ നിലയിലെ AC യൂണിറ്റ് പ്രവർത്തിപ്പിച്ചതോടെ വലിയ രീതിയിലുള്ള പുക ഉയർന്ന് പെട്ടെന്ന് തന്നെ തീപിടിക്കുകയായിരുന്നു. ഇതോടെ ജീവനക്കാരും കസ്റ്റമേഴ്സും ഉൾപ്പെടെയുള്ളവർ സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി. സംഭവം അറിഞ്ഞയുടൻ തൃശൂരിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഓക്സിജന്റെ സഹായത്തോടെ തീ അണയ്ക്കുകയായിരുന്നു. തീ അണച്ചിട്ടും 1 മണിക്കൂറോളം നേരം സ്ഥാപനത്തിലെ 3 നിലകളിലും ബേസ്മെന്റ് ഫ്ലോറിലും പുകമയമായിരുന്നു. ഒടുവിൽ ഫയർഫോഴ്സ് ബ്ലോവർ ഉപയോഗിച്ച് പുക പുറത്തേക്ക് വലിച്ചു കളയുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ സംയോജിത ഇടപെടൽ വസ്ത്രങ്ങളിലേക്ക് തീ പടരാതെ നോക്കിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. തീപിടുത്തത്തിൽ AC യൂണിറ്റും വയറിംഗ് ഉൾപ്പെടെ കത്തിനശിച്ചു. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ജീവനക്കാരുൾപ്പെടെയുള്ളവർ പുറത്തേക്ക് ഓടിയതിനാൽ ആളപായമുണ്ടായില്ല. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞപാലത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിൽ കാറിടിച്ച് നവദമ്പതികളടക്കം 4 പേർ മരിച്ചു. മല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ മാത്യു, ഭാര്യ അനു, നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ, അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്.